ഓക്കെ, അപ്പൊ നമ്മള് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സിന്റെ ചാപ്റ്റർ ആയിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഇനി ബാക്കിയുള്ളത് ഏതാണ്? സ്കെലറ്റൽ സിസ്റ്റം ആണ്. അപ്പൊ സ്കെലറ്റൽ സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്? സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് ആൻഡ് കുറച്ച് കാർട്ടിലേജസ് അല്ലേ? എന്ന് വെച്ചാൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. അതിൽ ബോൺസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോണും കാർട്ടിലേജും എന്താണ്? ഈ ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിലുള്ള ബോണും കാർട്ടിലേജും എന്താണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലെ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ബോണും കാർട്ടിലേജും എന്ന് പറയുന്നത്. അവരുടെ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക്, അതിനെയാണ് എന്ത് പറയുന്നത്? സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? പിന്നെ ബോണിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോണിന് എന്താണ്? ഹാർഡ് ആയിട്ടുള്ള മാട്രിക്സ് ആണുള്ളത്. എന്തുകൊണ്ടുള്ള? കാൽഷ്യം സോൾട്സ് ഉള്ള ഹാർഡ് ആയിട്ടുള്ള മാട്രിക്സ് ആണ് ഉള്ളത്. അപ്പൊ അവരുടെ മാട്രിക്സ് ഭയങ്കര ഹാർഡ് ആണ്. എന്തുകൊണ്ടാണ്? കാൽഷ്യം സോൾട്സ് ആണ് എന്തിലുള്ളത്? ബോണിന്റെ മാട്രിക്സിൽ ഉള്ളത്. ഇനിയിപ്പം നമ്മൾ കാർട്ടിലേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്താണ്? സ്ലൈറ്റ്ലി ഒരു പ്ലിയബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആണ്. കുറച്ചുകൂടി എന്താണ്? അത്ര ഹാർഡ് ഒന്നും അല്ലാത്ത, കുറച്ചുകൂടി ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്ന ഒരു പ്ലിയബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആണ് അതുള്ളത്. അത് എന്തുകൊണ്ടാണ്? അതിലുള്ളത് എന്താണ്? കോൺഡ്രോയിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്സ് ആണ്. കാൽഷ്യം സോൾട്സ് അല്ല, കോൺഡ്രോയിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്സ് ആണ് എന്തിലുള്ളത്? കാർട്ടിലേജിന്റെ മാട്രിക്സിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ എടുത്ത് നോക്കുമ്പോൾ എന്താണ്? 206 ബോൺസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ബോൺസും പിന്നെ കുറച്ച് കാർട്ടിലേജും കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സ്കെലറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം 206 ബോൺസും കുറച്ച് കാർട്ടിലേജും വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ സ്കെലറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തിരിക്കുന്നത് വെച്ചാൽ ആക്സിയൽ സ്കെലറ്റൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാണ്. സ്കെലറ്റൽ സിസ്റ്റത്തിനെ അതില് ആക്സിയൽ സ്കെലറ്റൻ എന്നും അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ? ഇന്നലത്തെ പോലെ കേൾക്കാണ്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ എന്താണ്? 206 ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലെ? അപ്പം നമ്മൾ ആക്സിയൽ സ്കെലറ്റൻ എന്തൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ആക്സിയൽ സ്കെലറ്റൻ എന്നും അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിയൽ സ്കെലറ്റനിൽ എത്ര ബോൺസ് കാണുന്നുണ്ട്? 80 എണ്ണം കാണുന്നുണ്ട്. എത്രയാണ്? 80 എണ്ണം. ആക്സിയൽ സ്കെലറ്റനിൽ എത്ര എണ്ണം കാണുന്നുണ്ട്? 80 എണ്ണം കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെലറ്റനിൽ എത്ര എണ്ണം കാണുന്നുണ്ട്? 126 എണ്ണം കാണുന്നുണ്ട്. ആക്സിയൽ സ്കെലറ്റനിൽ 80ഉം അപ്പൻഡിക്കുലർ സ്കെലറ്റനിൽ 126 ബോൺസുമായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ ആക്സിയൽ സ്കെലറ്റനിൽ എന്തൊക്കെയാണ് ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയുന്നത്? അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സ്കള്ളുണ്ട്. സ്കള്ള്, ഇയർ ഓസിക്കിൾസ്, ഹയോയിഡ്, വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ആക്സിയൽ സ്കെലറ്റനിൽ വരുന്നതാണ്. ആ 80 എണ്ണത്തിൽ വരുന്നതാണ് ഇതൊക്കെ. സ്കള്ള്, ഇയർ ഓസിക്കിൾസ്, ഹയോയിഡ്, പിന്നെ വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ്. ഓക്കെ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ സ്കള്ള് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കള്ളില് ക്രാനിയൽ, ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കൾ ബോൺസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സ്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ക്രാനിയൽ എന്നും ഫേഷ്യൽ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 7 വെർട്ടിബ്രൽ കോളത്തിൽ 26 ആണുള്ളത്. ഫസ്റ്റ് 7 എന്താണ്? ഫസ്റ്റ് 7 സെർവിക്കൽ ആണ്. പിന്നുള്ളത് 12 എണ്ണം. പിന്നുള്ള 12 എണ്ണം എന്താണ്? തൊറാക്സിക് ആണ്. പിന്നെയുള്ള 5 എണ്ണം ലുംബാർ ആണ്. സാക്രൽ 1, കോക്സിജൽ 1. ഇത് അഡൾട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആണ് പറയുന്നത്. അഡൾട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കുമ്പോൾ അത് ഇത്ര ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 26 എണ്ണമാണ് ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലറ്റനിൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ലിംസ് വരുന്നുണ്ട്, ഹൈൻഡ് ലിംസും വരുന്നുണ്ട്. ഫോർ ലിംസും വരുന്നുണ്ട്, ഹൈൻഡ് ലിംസും വരുന്നുണ്ട്. ഫോർ ലിംസിൽ പെക്ടറൽ ഗഡിൽസും ഹൈൻഡ് ലിംസിൽ പെൽവിക് ഗഡിൽസും ആയിട്ട്
അതും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. നമ്മളിങ്ങനെ ഓരോ സ്കെൽട്ടനെ എടുത്ത് പറയുമ്പോൾ തിരിച്ചു വന്ന് നമുക്ക് എത്ര എണ്ണം ഉണ്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ആക്സിയൽ സ്കെലട്ടൺ സിസ്റ്റം ആണ് പറയുന്നത്. 80 ബോൺ കൊണ്ടാണ് 80 ബോൺസ് ഡിസ്ട്രിബ്യൂട്ടഡ് along the main axis of the body. ആക്സിയൽ സ്കെലട്ടൺ സിസ്റ്റം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ബോഡിയുടെ മെയിൻ ആക്സിസിലുള്ള ആ ഒരു സ്കെലട്ടൺ സിസ്റ്റം, അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സിയൽ സ്കെലട്ടൺ സിസ്റ്റം അല്ലെ. മെയിൻ ആക്സിസിലുള്ള അപ്പൻഡേജസ് ഒന്നും അല്ലാതെയുള്ള മെയിൻ ആക്സിസിലുള്ളത് അല്ലെ, അതാണ് ആക്സിയൽ സ്കെലട്ടൺ സിസ്റ്റത്തിൽ വരുന്നത്. അത് 80 ബോൺസ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് along the main axis of the body. ബോഡിയുടെ മെയിൻ ആക്സിസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്കള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സെറ്റ്സ് ഓഫ് ബോൺസ് ആണ് സ്കള്ളിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രാനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ക്രാനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട്. ക്രാനിയൽ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മുടെ ഇവിടെയുള്ള ഹാർഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഔട്ടർ കവറിങ്. ക്രാനിയൽ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഔട്ടർ കവറിങ് ആണ്. എന്തിനാണ് ഈ ഔട്ടർ കവറിങ് കൊടുക്കുന്നത്, നമ്മുടെ ബ്രെയിൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിന് കൊടുത്തിട്ടുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ കവറിങ് ആണ് എന്ത് പറയുന്നത്, ക്രേനിയം എന്ന് പറയുന്നത് അല്ലെ. ഈ ക്രേനിയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ക്രേനിയം എന്ന് പറയുന്നത് ഒരു ഒറ്റ ബോൺ ആണോ, അല്ല. എന്താണ്, കുറെ ബോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൂടിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ക്രേനിയൽ ബോൺസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, ഹാർഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് ഓഫ് ആണ് ഇതിന്റെ ബ്രെയിനിന്റെ. അതിനെ എല്ലാം കൂടി എന്താണ് പറയുന്നത്, ക്രേനിയം എന്നാണ് പറയുന്നത്. അപ്പൊ ഫേഷ്യൽ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേഷ്യൽ റീജിയൻ മേഡപ്പ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്, 14 സ്കെലറ്റൽ എലമെന്റ്സ് ആണ് കൊണ്ടാണ്. അതാണ് ഈ സ്കള്ളിന്റെ ഫ്രണ്ട് പാർട്ട് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ ഹയോയിഡ് ബോൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു യു ഷേപ്ഡ് ക്രേനിയ, നമ്മുടെ ഇതില് സ്കള്ളിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ബോണിനെയാണ് എന്ത് പറയുന്നത്, അതിന്റെ താഴേക്കാണ് പിന്നെ ഫാരിങ്സ്, ലാരിങ്സ് അതൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ബോണിനെയാണ് എന്ത് പറയുന്നത്, ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. എവിടെയാണ്, ബക്കൽ ക്യാവിറ്റിന്റെ ബേസിലായിട്ടാണ് കാണുന്നത്. അതും എവിടെയാണ്, സ്കള്ളിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബക്കൽ ക്യാവിറ്റിന്റെ ബേസിലാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ആക്സിയൽ സ്കെലട്ടൺ സിസ്റ്റത്തിൽ വരുന്നതാണ് ഇയറോസിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇയറോസിക്കിൾസ് എന്താണ്, നമ്മൾ മുമ്പേ കുറെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഇയറിന്റെ ഉള്ളിലുള്ള ഒരു 3 ടൈനി ബോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈനി ബോൺസ് ഉണ്ട്. അതാണ് എന്തിൽ വരുന്നത്, അതിന് 3നെയും കൂടിയാണ് നമ്മൾ ഇയറോസിക്കിൾസ് എന്ന് പറയുന്നത് അല്ലെ. അതിനെ 3നെയും കളക്റ്റീവ് ആയിട്ട് നമ്മൾ ഇയറോസിക്കിൾസ് എന്ന് പറയും. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബോൺസ്, ടൈനി ബോൺസ് നമ്മുടെ ഇയറിന്റെ ഇതിലുള്ള. പിന്നെ ഉള്ളത് എന്താണ്, വെർട്ടിബ്രൽ കോളം ആണ്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ 26 സീരിയലി അറേഞ്ച്ഡ് യൂണിറ്റ്സ് ആണ് അല്ലെ. 26 സീരിയലി അറേഞ്ച് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്, വെർട്ടിബ്രൽ കോളം കാണുന്നത്. വെർട്ടിബ്രൽ കോളം എന്തുകൊണ്ടാണ്, വെർട്ടിബ്രേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അതിന്റെ ഓരോ യൂണിറ്റ് വെർട്ടിബ്രേ എന്നാണ് പറയുന്നത്. അത് 26 എണ്ണം സീരിയലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് അത് കാണുന്നത്, നമ്മുടെ ബോഡിയുടെ ഡോർസൽ സൈഡിലാണ് കാണുന്നത് അല്ലെ. വെർട്ടിബ്രൽ കോളം നമ്മുടെ ബോഡിയുടെ ഡോർസൽ സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലായിട്ട് ഒരു ഹോളോ പോർഷൻ കാണാം അല്ലെ. വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലായിട്ട് നമുക്കൊരു ഹോളോ ആയിട്ടുള്ള ഒരു പോർഷൻ കാണാം. അതിലൂടെയാണ് എന്ത് പോകുന്നത്, സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത് അതിലൂടെയാണ്. ആ ഒരു കനാലിനെ, ആ ഒരു എന്താണ്, ഒരു വേക്കന്റ് ആയിട്ടുള്ള ഇതിന് എന്താണ് പറയാ, ന്യൂറൽ കനാൽ എന്നാണ് പറയാ അല്ലെ. ന്യൂറൽ കനാൽ എന്നാണ് പറയാ. കാരണം എന്താ, അതിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്ന ഇതിലൂടെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ സെന്ററിലായിട്ടൊരു ഹോളോ പോർഷൻ ഉണ്ട്, ന്യൂറൽ കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള. അതിലൂടെ ആ ഒരു ഇതിലാണ് എന്ത് പോകുന്നത്, നമ്മുടെ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. പിന്നെ ഓക്സിപിറ്റൽ കോൺടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. ഓക്സിപിറ്റൽ കോൺടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്കള്ളിന്റെ ഇവിടെ അറ്റത്തായിട്ട് എന്തുണ്ടാവും, ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. ഒരു അതാണ് ശരിക്കും എന്താക്കുന്നത്, ഒരു 2 കോൺടൈൽസ് ഉണ്ടാവും. കുറച്ചൊന്ന് എന്താ പറയാ, ഒരു പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, വലിയ ഇതിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ,
അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഫസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഇതിലേക്കാണ്, ഈ ഒരു ഓക്സിപിറ്റൽ കോണ്ടൈൽസിലേക്കാണ്. അങ്ങനത്തെ രണ്ടെണ്ണം കാണുന്നുണ്ട് നമുക്ക്. ഓക്കെ, ആ ഒരു സ്കൾ റീജിയനിൽ ഒരു ചെറിയൊരു ആർട്ടിക്കുലേറ്റ് കുറച്ചൊരു മുന്നോട്ട് ഉന്തിയിട്ടുള്ള ഒരു ഭാഗമായിട്ട് എന്താണ്, എന്നാ അധികം ഇതൊന്നുമില്ല. അതാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് എന്ന് പറയുന്നത്. അവർ എന്തിനോടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രൽ കോളവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നവരാരാണ്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഈ ഒരു ഓക്സിപിറ്റൽ കോണ്ടൈൽസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, രണ്ട് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡൈകോണ്ടലിക് സ്കൾ എന്നാണ് നമ്മുടെ സ്കളിനെ പറയുന്നത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് വെർട്ടിബ്ര എന്ന് പറയുന്നത് എന്താണ്, അറ്റ്ലസ് ആണ്. ഓക്കെ, അത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആരോടാണ്, ഓക്സിപിറ്റൽ കോണ്ടൈൽസിനോടാണ്. ഫസ്റ്റ് വെർട്ടിബ്ര, ഏറ്റവും ഫസ്റ്റ് തുടങ്ങുന്ന ആ വെർട്ടിബ്രേന നമ്മൾ അറ്റ്ലസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താണ്, ഓക്സിപിറ്റൽ കോണ്ടൈലിനോടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സെക്കൻഡിനെ നമ്മൾ എന്താണ്, ആക്സിസ് എന്നാണ് പറയുന്നത്. സെക്കൻഡിനെ നമ്മൾ ആക്സിസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റിന് എന്താണ് പറയുന്നത്, അറ്റ്ലസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വെർട്ടിബ്രൽ കോളം നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഒന്നുകൂടി ആ ഒരു ഫസ്റ്റ് ഇതില് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്കള് സ്കളിൽ എന്തൊക്കെയുണ്ട്, ക്രേനിയൽ ഉണ്ട്. ക്രേനിയലില് 8 ബോൺസ് കാണുന്നുണ്ട്. ഫേഷ്യലില് 14 ബോൺസ് കാണുന്നുണ്ട്. ഓക്കെ, ക്രേനിയലിൽ 8ഉം ഫേഷ്യലിൽ 14ഉം കാണുന്നുണ്ട്. ഇയറോസിക്കിൾസിൽ ഏതൊക്കെയാണ്, മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് ആണ് വരുന്നത്. ഓക്കെ, ഇയറോസിക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഉണ്ട്, സ്കളിൽ മൊത്തമായിട്ട് 22 ബോൺസ് കാണുന്നുണ്ട്. ഇയറോസിക്കിൾസ് എത്രയാണ്, 6 എണ്ണമാണ് കാണുന്നത്. ഓക്കെ, ഇയറോസിക്കിൾസ് എന്ന് പറയുമ്പോൾ 6 എണ്ണം ചേർന്നിട്ടാണ് ഈ ഇയറോസിക്കിൾസ് ഉണ്ടായിട്ടുള്ളത്. ഹയോയിഡ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളം 26 എണ്ണം ഉണ്ട്. 26 എണ്ണം എങ്ങനെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഉള്ള 7 എണ്ണത്തിനെ നമ്മൾ സെർവിക്കൽ വെർട്ടിബ്ര എന്നാണ് പറയുക. പിന്നെയുള്ള 12 എണ്ണത്തിനെ തൊറാക്സിക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള 5 എണ്ണത്തിനെ ലുംബാർ എന്ന് പറയും. പിന്നെ എന്താണ്, ഒരു സാക്രൽ ഉണ്ട്, ഒരു കോക്സീജിയൽ ഉണ്ട്. ഇതൊരു അഡൽട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നമ്മള് വെർട്ടിബ്രൽ കോളത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂറൽ കനാൽ ഉണ്ട്, അതിലൂടെയാണ് സ്പൈനൽ കോഡ് പോകുന്നത് അല്ലെ. അപ്പം സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, ഈ വെർട്ടിബ്രൽ കോളമാണ്. അതിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് സ്പൈനൽ കോഡിനൊന്നും സംഭവിക്കൊന്നുമില്ല. അപ്പം സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. പിന്നെന്താ, ഈ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ വെർട്ടിബ്രയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഒരു ബാലൻസ് ഇതൊന്നും നമുക്ക് കിട്ടില്ല അല്ലെ. നമ്മുടെ ശരീരത്തിന് ഈ ഒരു ആക്സിസിൽ ഇങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. പിന്നെ ഈ ഒരു ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹെഡ് സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്, താഴേക്കുള്ള ഈ ഒരു വെർട്ടിബ്രൽ കോളമാണ്. പിന്നെന്താണ്, പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ആർക്കൊക്കെയാണ് ഈ ഒരു വെർട്ടിബ്രൽ കോളത്തിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇതൊക്കെ ഉള്ളത്, റിബ്സ്, മസ്കുലേച്ചർ ഓഫ് ദ ബാക്ക് എന്ന് വെച്ചാൽ ബാക്കിലുള്ള മസിൽസും ഇതൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്, ഈ ഒരു വെർട്ടിബ്രൽ കോളത്തിലേക്കാണ് അല്ലെ. ബാക്കിലുള്ള മസിൽസ് ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിബ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആരോടാണ്, ഈ ഒരു വെർട്ടിബ്രൽ കോളത്തിനോടാണ്. ബാക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിനോടാണ്. അവർക്ക് ഡോർസലി അറ്റാച്ച്മെന്റ് ഉള്ളത് വെർട്ടിബ്രൽ കോളത്തിനോടാണ്. അങ്ങനെ നമ്മൾ സ്റ്റേർണം നോക്കുവാണ്. എന്താണ് സ്റ്റേർണം? സ്റ്റേർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താണ്, വെൻട്രൽ ഭാഗത്തിലുള്ള എന്താണ്, വെൻട്രൽ മിഡ് ലൈൻ ഓഫ് തൊറാക്സ്. എന്താ, ഒരു ഫ്ലാറ്റ് ബോൺ ആണ് ഓൺ ദ വെൻട്രൽ മിഡ് ലൈൻ ഓഫ് ദ തൊറാക്സ്. തൊറാക്സിന്റെ, നമ്മുടെ തൊറാക്സിക് റീജിയനിലുള്ള എന്താണ്, വെൻട്രൽ സൈഡിൽ തൊറാക്സിക് റീജിയനിലുള്ള ഒരു മിഡ് ലൈൻ ആണ്. വെൻട്രൽ മിഡ് ലൈൻ ഓഫ് ദ തൊറാക്സ് ഒരു ഫ്ലാറ്റ് ബോൺ ആണ് അല്ലെ.
പിന്നെ എന്താണ് ഉള്ളത്? പിന്നെ ആ ഒരു റീജിയനിൽ പറയാനാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? റിബ്സ് ഉണ്ട് അല്ലെ? റിബ്സ് എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട് എന്നാണ് പറഞ്ഞത്? 12 പെയർ ഓഫ് റിബ്സ് നമുക്കുണ്ട്. എന്താണ്? റിബ്സ് ഉണ്ട്. അത് എത്ര പേരുണ്ട്? 12 പേരുണ്ട് അല്ലെ? റിബ്സ് ഉണ്ട്, 12 പേരാണുള്ളത്. ഓരോ റിബും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു തിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ആണ് അല്ലെ? നമ്മുടെ റിബ്സിനെ എടുത്ത് നോക്കുമ്പോൾ അത് തിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ആയിരിക്കും. അത് ഡോർസലി എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? വെർട്ടിബ്രൽ കോളം എന്തിനൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? റിബ്സിനും മസിൽസിനും ഒക്കെ കണക്ഷൻ ഡോർസലി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഡോർസലി ഇവര് ആരോടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? വെർട്ടിബ്രൽ കോളത്തിനോടാണ് അവർക്ക് കണക്ഷൻ ഉള്ളത്. ഓക്കെ, ഡോർസലി ഈ ഒരു റിബ്സ് എന്ന് വെച്ചാൽ ഒരു തിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺസ് അവർ ഡോർസലി കണക്ട് ചെയ്തിട്ടുള്ളത് വെർട്ടിബ്രൽ കോളത്തിനോടാണ്. ഇനി അവർ വെൻട്രലി എന്തിനോടായിരിക്കും കണക്ട് ചെയ്തത്? വെൻട്രലി എന്താണുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു തൊറാക്സിക് മിഡ് ലൈൻ ആയിട്ട്, തൊറാക്സിന്റെ ഭാഗത്ത് ഒരു മിഡ് ലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ ഒരു ഫ്ലാറ്റ് ബോണിലേക്കാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം സ്റ്റേണം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് ബോൺ ആണ്. എവിടെയാണുള്ളത്? വെൻട്രൽ ആയിട്ട് തൊറാക്സിക് റീജിയനിൽ വെൻട്രൽ ആയിട്ട് അതിന്റെ തൊറാക്സിന്റെ മിഡ് ലൈൻ ആയിട്ടാണ് കാണുന്നത്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വെൻട്രൽ സൈഡിൽ നമ്മുടെ റിബ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേണത്തിനോടാണ്. ഓക്കെ, വെൻട്രലി നമ്മുടെ റിബ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റേണത്തിനോടാണ്. എങ്ങനെയാണ് ഇത് വെൻട്രലി റിബ്സ് സ്റ്റേണത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഹയലിൻ കാർട്ടിലേജിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ഈ ഒരു സ്റ്റേണത്തിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റേണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെന്റ്, റിബ്സിന്റെ അറ്റാച്ച്മെന്റ് നടക്കുന്നത് ഇതിന്റെ സഹായത്തിലാണ്, ഹയലിൻ കാർട്ടിലേജിന്റെ സഹായത്തോടെയാണ്. ഓക്കെ, ഹയലിൻ കാർട്ടിലേജിന്റെ സഹായത്തോടെയാണ് റിബ്സ് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിബ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് റിബ്സ് കാണാൻ പറ്റും. ആകെ 12 റിബ്സേ ഉള്ളൂ. അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ടൈപ്പ് റിബ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, പിന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 3 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പം അതെന്തൊക്കെയാണ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ട്രൂ റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എത്ര ഉണ്ട്? ഫസ്റ്റ് 7 പെയേഴ്സ്, ആദ്യമുള്ള 7 പെയർ, ആദ്യമുള്ള 7 പെയർ ഓഫ് റിബ്സ്. ഓക്കെ, 12 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ആദ്യമുള്ള 7 പെയർ എന്താണ്? ട്രൂ റിബ്സ് എന്നാണ് അവരെ വിളിക്കുക. ട്രൂ റിബ്സ് എന്നാണ് വിളിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അവർക്ക് രണ്ട് ഭാഗത്തും അവർ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡോർസലി എന്താണ്? ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെൻട്രലി ആണെങ്കിൽ അവർക്ക് സ്റ്റേണവുമായിട്ട്, നമ്മൾ റിബ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അവർക്ക് രണ്ട് ഭാഗത്തും കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന്. ഈ ഒരു അവരുടെ ക്യാരക്ടറിസ്റ്റിക് പൂർണ്ണമായിട്ട് നടത്തുന്ന ആൾക്കാരാണ് ആര്? ഈ ഫസ്റ്റ് 7 പെയേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്? ട്രൂ റിബ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ടും അതുപോലെ തന്നെ വെൻട്രലി അതിന് സ്റ്റേണവുമായിട്ടും എന്തുണ്ട്? അറ്റാച്ച്മെന്റ് ഉണ്ട്. എവിടെയാണ്? ഡോർസലി അവർ ആരോടായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? തൊറാക്സിക് വെർട്ടിബ്രേ അല്ലെ? തൊറാക്സിക് റീജിയനിലാണ് നമുക്ക് റിബ്സ് ഉള്ളത് അല്ലെ? തൊറാക്സിക് റീജിയനിലാണ് റിബ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൊറാക്സിക് വെർട്ടിബ്രേ ആയിട്ട് അതിന് എന്തുണ്ട്? ഡോർസലി അറ്റാച്ച്മെന്റ് ഉണ്ട്. ഡോർസലി ആരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്? തൊറാക്സിക് വെർട്ടിബ്രയുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ വെൻട്രലി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ സ്റ്റേണവുമായിട്ടും അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി നമ്മൾ ഫോൾസ് റിബ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? 8, 9, 10. ഓക്കെ, 8, 9, 10 എന്ന് പറയുന്ന ആ പെയേഴ്സ്, ആ 3 പെയേഴ്സ് അതെന്ന് പറയുന്നത് ഫോൾസ് റിബ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് എന്തില്ല? സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അവര് എന്ത് ചെയ്യുന്നില്ല? ഡു നോട്ട് ആർട്ടിക്കുലേറ്റ് ഡയറക്ട്ലി വിത്ത് സ്റ്റേണം. സ്റ്റേണവുമായിട്ട് അവർക്കില്ല ഒരു ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഡയറക്ട്ലി ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇല്ല. പക്ഷേ അവരെന്ത് ചെയ്യും? അവർ ഈ ഇതിലെ അവസാനത്തെ ഈ ഫസ്റ്റ് 7 പെയേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അവസാനത്തെ ഏതാണ്? 7th റിബ് അല്ലേ? ആ ഒരു 7th റിബിലേക്ക് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ഈ ഒരു 7th റിബിലേക്ക് ഇവർ 3 പേരും എന്ത് ചെയ്യും?
അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെർണോമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ ഇവരെന്ത് ചെയ്യും, സ്റ്റെർണോമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള 7th റിബിലേക്ക് ഇവരെന്ത് ചെയ്യും, ഈ ഫോൾസ് റിബ്സ് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഈ 3 ഈ 7th പെയറിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതിനെയാണ് പറയുന്നത് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഫോൾസ് റിബ്സ് ഏതൊക്കെയാണ്? 8, 9, 10 പെയേഴ്സ് ആണ് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്. ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഈ 7th പെയറിലെ റിബിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റെർണോമായിട്ട് അറ്റാച്ച്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും 7th റിബിലേക്കുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിലും അവിടെ അറ്റാച്ച്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹയലിൻ കാർട്ടിലേജ് ആണ്. അറ്റാച്ച്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹയലിൻ കാർട്ടിലേജ് ആണ്. ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഏതാണ്? ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. ഈ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിനങ്ങനെ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ. പക്ഷേ എന്തുണ്ട്, ഡോർസലി അവർക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, അവർക്ക് വെൻട്രലി അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ആരുമായിട്ടും അറ്റാച്ച്മെന്റ് ഇല്ല. ലാസ്റ്റ് 2 പെയർസ്, ലാസ്റ്റിലുള്ള 2 പെയർ 11ഉം 12ഉം 11ഉം 12ഉം ആയിട്ടുള്ള ലാസ്റ്റിലുള്ള 2 പെയർ എങ്ങനെയാണ്? ഒരാളോടും വെൻട്രലി കണക്ട് ചെയ്തിട്ടില്ല. ഫ്ലോട്ടിംഗ് റിബ്സ് ഒക്കെയാണ്, പക്ഷെ എന്തില്ല, തീരെ ഒന്നിനും കണക്ട് ചെയ്യാണ്ട് നിൽക്കുകയല്ല. ഡോർസലി അവർക്ക് എന്തുണ്ട്, വെർട്ടിബ്രേറ്റ് കണക്ഷൻ ഉണ്ട്, തൊറാക്സിക് വെർട്ടിബ്രേറ്റ് അവർക്ക് കണക്ഷൻ ഉണ്ട്, ഡോർസലി കണക്ഷൻ ഉണ്ട്. പക്ഷെ എന്തില്ല, വെൻട്രലി അവർ ആരുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് പറയുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വേർഡ് ആണ്, നമ്മൾ അധികം കേൾക്കുന്ന ഒരു വേർഡ് ആണ് എന്ത്? റിബ് കേജ് എന്ന് പറയുന്നത്. എന്താണ് റിബ് കേജ് എന്ന് പറയുന്നത്? അപ്പൊ എന്തൊക്കെയാണ് റിബ് കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് അതിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിബ് കേജ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാല് തൊറാക്സിക് വെർട്ടിബ്രേ വരുന്നുണ്ട് അല്ലെ. ബാക്കിലുള്ള ആ തൊറാക്സിക് റീജിയനിലുള്ള തൊറാക്സിക് വെർട്ടിബ്രേയും പിന്നെന്താ അതിൽ നിന്ന് വരുന്ന റിബ്സ് അല്ലെങ്കിൽ സ്റ്റേർണമായിട്ട് ഇതാക്കിയുള്ള റിബ്സ്, പിന്നെ സ്റ്റേർണം. ഓക്കെ, തൊറാക്സിക് വെർട്ടിബ്രേ, റിബ്സ്, സ്റ്റേർണം, ഇവർ എല്ലാവരെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിബ് കേജ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? റിബ് കേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ എന്തൊക്കെ വരും? തൊറാക്സിക് വെർട്ടിബ്രേ വരും, തൊറാക്സിക് വെർട്ടിബ്രേ വരും, പിന്നെ റിബ്സ് വരും, സ്റ്റേർണം വരും. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് എന്ത് നമ്മൾ റിബ് കേജ് എന്ന് പറയുന്നത്. നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അല്ലെ, റിബ് കേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമ്മൾ അതിനു മുമ്പ് ഒന്നുകൂടി ഒന്ന് ഫസ്റ്റിലുള്ളത് ഇത് നമ്മളിപ്പോ എന്ത് ചെയ്തു? ആക്സിയൽ സ്കെലട്ടൺ മൊത്തം നോക്കി കഴിഞ്ഞു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു നമ്പേഴ്സ് ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യണം? നോക്കിക്കളയാം. എന്താണ് ആക്സിയൽ സ്കെലട്ടണിൽ എത്ര എണ്ണം ഉണ്ട്? ആക്സിയൽ സ്കെലട്ടണിൽ 80 എണ്ണം ഉണ്ട്. അത് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സ്കള്ള്, ഇയറോസിക്കിൾസ്, ഹയോയിഡ്, വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ് അല്ലെ. അപ്പൊ നമ്മൾ സ്കള്ള് നോക്കിക്കഴിഞ്ഞാൽ സ്കള്ളിൽ 22 ബോൺസ് ആണ് കാണുന്നത്, ഇയറോസിക്കിൾസിൽ 6 എണ്ണമാണ് കാണുന്നത്. ഹയോയിഡ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരൊറ്റ ഒരു ബോൺ മാത്രമാണ്, യു ഷേപ്ഡ് ആയിട്ടുള്ള ബോൺ ആണ്. വെർട്ടിബ്രൽ കോളം നിങ്ങൾക്ക് അറിയാം, 26 വെർട്ടിബ്രേസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റേർണം സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഒരൊറ്റ ഒന്നാണ്. റിബ്സ് തിന്നായിട്ടുള്ള ഇതാണ്, ഒരു 12 പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. 12 പെയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കാണുന്നത്. ഇനി നമ്മൾ വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കുവാണെങ്കിൽ, വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 7 വെർട്ടിബ്രേനെ എന്താണ് പറയുന്നത്? വെർട്ടിബ്രേന സെർവിക്കൽ വെർട്ടിബ്രേ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 7 വെർട്ടിബ്രേനെ സെർവിക്കൽ വെർട്ടിബ്രേ എന്നും, അത് കഴിഞ്ഞിട്ടുള്ള 12 എണ്ണത്തിനെ തൊറാക്സിക് വെർട്ടിബ്രേ എന്നും, അത് കഴിഞ്ഞിട്ടുള്ളത് 5 എണ്ണം ലുംബാർ വെർട്ടിബ്രേ എന്നും, പിന്നെ ഒന്ന് സാക്രൽ വെർട്ടിബ്രേ, ഒരു കോക്സിജിയലും ഉണ്ട്. ഓക്കെ, ഒരു കോക്സിജിയലും ഉണ്ട്. ഇത് എന്താണ്? ഒരു അഡൾട്ട് ആയിട്ടുള്ള ഹ്യൂമന്റെ വെർട്ടിബ്രൽ കോളത്തിന്റെ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ വെർട്ടിബ്രേസിന്റെ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ നോക്കാൻ പോകുന്നത്? അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. അപ്പൻഡിക്കുലാർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൻഡേജസ് അല്ലെ. അപ്പൻഡേജസിലുള്ള ആ ഒരു സ്കെലട്ടൺ, ആ ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? ബോൺസ് ഓഫ് ലിംസ്. ലിംസ് മാത്രമാണോ?
ലിംസ് വെറുതെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാണോ? വെറുതെ ഒരു ഇതും ഇല്ലാതെ ലിംസ് എന്തെങ്കിലും ഒക്കെ കയറ്റി വെച്ചിട്ടുള്ളതാണോ? അല്ല. അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? ഗഡിൽസ് കാണുന്നുണ്ട് അല്ലെ? ലിംസ് കാണുന്നുണ്ട്, ഗഡിൽസ് കാണുന്നുണ്ട്. അപ്പൊ ലിംസും അതിന്റെ കൂടെ തന്നെ അതിന്റെ ഗഡിൽസും അതും കൂടി വരുന്നതാണ് എന്ത്? ഈ ഒരു അപ്പൻഡിക്കുലാർ സ്കെലട്ടൻ എന്ന് പറയുന്നത്. അതാണ് ലിംസും അതിന്റെ കൂടെയുള്ള ഗഡിൽസും അതും കൂടി വരുന്നതാണ് എന്ത്? അപ്പൻഡിക്കുലാർ സ്കെലട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അപ്പൻഡിക്കുലാർ സ്കെലട്ടൻ നമ്മൾ എടുത്തു നോക്കുമ്പോ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മളവിടെ ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? അപ്പൻഡിക്കുലാർ സ്കെലട്ടനിൽ 126 എണ്ണമാണ് ഉള്ളത്. ഫോർ ലിംസ് എത്രയാണ്? 60 ഉണ്ട്. ഹൈൻഡ് ലിംസും ഉണ്ട്. പിന്നെ അതില് പെക്ടോറൽ ഗഡിലും ഉണ്ട്, പെൽവിക് ഗഡിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫോർ ലിംസ് നോക്കുവാണ്. ഫോർ ലിംസിന്റെ ഒരൊറ്റ എണ്ണത്തിന്റെ എടുത്ത് നോക്കുവാണെങ്കിൽ ഫോർ ലിംസ് നമ്മൾ ഒരൊറ്റ എണ്ണമായിട്ട് എടുത്ത് നോക്കുവാണ്. അപ്പൊ എന്ത് വരും? ഈ ഒരു ബോൺ എന്താണ്? ആ വലുതായിട്ടുള്ള നമ്മുടെ ഫോർ ലിംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈ അല്ലെ? അപ്പം ആ ഹാൻഡിന്റെ ഈ ഒരു വലിയ ബോണിനെ എന്താണ് പറയാ? അതിനെ ഹ്യൂമറസ് എന്നാണ് പറയാ. എന്താണ് പറയുന്നത്? ഹ്യൂമറസ് എന്നാണ് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? ആ ഒരു വലിയ ബോൺ എത്ര എണ്ണം ഉണ്ട്? ഒരു ഹ്യൂമൻ ബീയിങ്ങില് ഹ്യൂമറസ് എന്ന് പറഞ്ഞിട്ടുള്ള കൈയിന്റെ ആ വലിയ ബോൺ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ഹ്യൂമറസ് ഒന്നാണുള്ളത് അല്ലെ? എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും. ഓക്കെ, നമ്മൾ ഒരു കൈ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാണ് വരുന്നത്. ഇനി അടുത്ത 2 ബോൺ, ഈ റേഡിയസും അൾനയും എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ ഒരു ഭാഗത്ത് അല്ലെ? അവിടെ 2 ബോൺസ് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണ് അതിന്റെ പേര്? റേഡിയസ്, അൾന അല്ലെ? അങ്ങനെ ആണ് അതിന്റെ പേര്. അത് രണ്ടും എങ്ങനെയാണ് കാണുന്നത്? ഓരോന്ന് വീതമാണ് ഓരോ ഹാൻഡിലും കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹാൻഡിൽ ഒരു റേഡിയസും ഒരു അൾനയും ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോ എന്തുണ്ടാവും? 4 എണ്ണം വരും. നമ്മൾ ഒരു കൈയുടെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റേഡിയസും ഒരു അൾനയും നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർപ്പൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോൺ ഉണ്ട് അല്ലെ? കാർപ്പൽസ് എവിടെയാണ് കാണുന്നത്? ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ്? റിസ്റ്റ് ബോൺസ് ആണ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർപ്പൽസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? മെറ്റാകാർപ്പൽസ് ഉണ്ട് അല്ലെ? നമ്മുടെ പാം ബോൺസ് എന്ന് പറയുന്ന മെറ്റാകാർപ്പൽസ് ഉണ്ട്. അപ്പൊ റിസ്റ്റ് ബോൺ എത്ര ഉണ്ട് നോക്കിയാൽ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഓർത്തിരിക്കാമെങ്കിലും ഇതൊന്നും കൂടി നോക്കണം. എന്താണ് കാർപ്പൽസ് എത്ര എണ്ണം ഉണ്ട്? കാർപ്പൽസ് 8 എണ്ണം ഉണ്ട്. കാർപ്പൽസ് 8 എണ്ണം ഉണ്ട്. കാർപ്പൽസ് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഹ്യൂമറസ് എത്ര എണ്ണമായിരുന്നു? 1. റേഡിയസ് അൾനയും 1. ഇനി കാർപ്പൽസിലേക്ക് വരുമ്പം റിസ്റ്റ് ബോൺസ് ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? നമ്മുടെ റിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെറ്റാകാർപ്പൽസ്, ഈ ഒരു പാം റീജിയനിലുള്ള മെറ്റാകാർപ്പൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര എണ്ണം കാണാൻ പറ്റും? 5 എണ്ണം കാണാൻ പറ്റും അല്ലെ? ഓക്കെ, മെറ്റാകാർപ്പൽസ് നമുക്ക് എത്ര എണ്ണം കാണാൻ പറ്റും? 5 എണ്ണം കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റീജിയൻ എന്താണ് പറയുന്നത്? ഈ ഒരു ബോൺസിന് എന്താ പറയുന്നത്? നമ്മുടെ ഫിംഗേഴ്സിലുള്ള ഡിജിറ്റ്സിലുള്ള ആ ഒരു ബോൺസിന് എന്താണ് പറയുന്നത്? ഓക്കെ, ഫലാഞ്ചേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ? ഡിജിറ്റിലുള്ള ബോൺസ് ആണത്. അവർ എത്ര എണ്ണം ഉണ്ടാവും? 14 എണ്ണം ഉണ്ടാവും. ഓക്കെ, 14 എണ്ണം ഉണ്ടാവും അത്. അപ്പൊ നമ്മൾ ഫോർ ലിംസ് ഒന്നുകൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഉള്ള ബോൺ എന്താണ്? ഹ്യൂമറസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള 2 ബോൺസ് ഉണ്ട്. ഇവിടെ ഏതാണ്? റേഡിയസും അൾനയുമാണ്. അത് രണ്ടും ഓരോന്ന് വീതമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? റിസ്റ്റ് ബോൺസ് കാണുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? കാർപ്പൽസ് എന്നാണ്. അത് എത്ര എണ്ണം ഉണ്ട്? അത് 8 എണ്ണം കാണുന്നുണ്ട്.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പാം റീജിയനിൽ എത്ര എണ്ണം കാണുന്നുണ്ട്? എന്താണ് അതിന്റെ പേര്? മെറ്റാകാർപ്പൽസ് എന്നാണ് പേര്. ഓക്കെ, അത് 5 എണ്ണം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ അറ്റത്തുള്ള ഇവിടെ ഡിജിറ്റ്സിൽ അല്ലെങ്കിൽ ഫിംഗേഴ്സിലുള്ള എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം കാണുന്നുണ്ട്. അപ്പം ഒരു ഹാൻഡ് മാത്രം നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എത്ര എണ്ണം കാണും ടോട്ടൽ ആയിട്ട്? 30 എണ്ണം കാണുന്നുണ്ട്, 30 ബോൺസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹാൻഡ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം കാണുന്നുണ്ട്? 30 ബോൺസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ രണ്ട് കയ്യിലും കൂടിയായിട്ട് എത്ര എണ്ണം ഉണ്ടാവും? 60 എണ്ണം ഉണ്ടാവും. നമ്മുടെ രണ്ട് കയ്യിലും കൂടിയായിട്ട് 60 എണ്ണം കാണും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന എന്താണ്? നമുക്ക് ഈ ഒരു കൈ മാത്രമല്ല, നമുക്ക് ഹൈൻഡ് ലിംസും നമുക്ക് ഉണ്ട് അല്ലെ? നമ്മുടെ ഹൈൻഡ് ലിംസിന് നമ്മൾ എന്ത് പറയും? നമ്മുടെ കാല് അല്ലെ? ആ ഒരു കാലിൽ എന്തൊക്കെ ബോൺസ് ആണുള്ളത്? ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ നെയിമിന് എന്തുണ്ട്? ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലെ? ഈ ഒരു നമുക്ക് ഇവിടെ ഒരു വലിയ ബോൺ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഹ്യൂമറസ് അല്ലെങ്കിൽ ഹ്യൂമറസ് എന്ന് വിളിച്ചു അല്ലെ? അപ്പൊ ഈ ഒരു ഇവിടെയുള്ള നമ്മുടെ കാലിലുള്ള ആ ഒരു വലിയ ബോൺ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആ ഒരു ബോൺ ഏതാണ്? ഫീമർ എന്ന് പറഞ്ഞുള്ള ബോൺ. അതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ബോൺ. ഓക്കെ, അതെന്താണ്? തൈ ബോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഫീമർ, നമ്മുടെ കാലിലുള്ള ആ വലിയ ബോൺ, അത് തുടങ്ങുന്ന വലിയ ബോൺ, അതിന് എന്താണ് പറയുന്നത്? ഫീമർ എന്നാണ് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ കാണുന്നുള്ളൂ. പിന്നെ അവിടെ റേഡിയസ് അൾന ഉണ്ടായിരുന്നു അല്ലെ? റേഡിയസ് അൾന ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കാലിൽ കാണുന്ന ഏതാണ്? ഈ ഒരു ഫീമർ കഴിഞ്ഞിട്ട് കാണുന്ന രണ്ട് ബോൺസിന് എന്താണ് പറയാ? ടിബിയ ആൻഡ് ഫിബുല എന്നാണ് പറയാ. എന്താണ്? ടിബിയയും ഫിബുലയുമാണ്. അതും എന്താണ്? ഓരോന്ന് വീതമാണ് നമുക്ക് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കാർപ്പൽസ് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ ആംഗിളിന്റെ അടുത്ത് ആംഗിൾ ബോൺസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണുന്നുണ്ട്? നമ്മുടെ കാലിന് അത് വ്യത്യാസമുണ്ട്, പേര് വ്യത്യാസമുണ്ട്. അതിന് എന്ത് പറയും? ടാർസൽസ് എന്ന് പറയും. ഓക്കെ, ടാർസൽസ് എന്ന് പറയും. ആ ടാർസൽസ് എത്ര എണ്ണം കാണുന്നുണ്ട്? ഇവിടെ എണ്ണം വ്യത്യാസമുണ്ട്, 7 എണ്ണം കാണുന്നുണ്ട്. ടാർസൽസ് എത്ര എണ്ണം കാണുന്നുണ്ട്? 7 എണ്ണം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മെറ്റാടാർസൽസ് ഉണ്ട് അല്ലെ? നമ്മുടെ കൈക്ക് ഇവിടെ ഈ ഒരു പാമ്പിന്റെ ഇതിലുണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ കാലിലും എന്തുണ്ട്? അതുപോലെ തന്നെ ഉണ്ട്. അപ്പം അതിനെന്താണ് പറയുന്നത്? മെറ്റാടാർസൽസ് എന്നാണ് പറയുന്നത്. മെറ്റാടാർസൽസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിജിറ്റ്സ് കാണുന്നുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട്? അത് സെയിം നമ്പർ തന്നെ, 14 എണ്ണം തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിലൊരു എക്സ്ട്രാ വരുന്നത് എന്താണ്? നമ്മുടെ നീക്ക് എന്തുണ്ട്? ഒരു കപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട് അല്ലെ? അതൊരു ബോൺ അല്ലേ? നീക്ക് ഒരു കപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്, നീ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതും ഒരു ബോൺ ആണ്. അതിനെന്താ പറയുന്നത്? പാറ്റല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നീ ക്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു നീന്റെ ബോണിന് എന്താണ് പറയുന്നത്? പാറ്റല്ല എന്നാണ് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം കാണുന്നുണ്ട്? നീ ക്യാപ്പ് എത്ര എണ്ണം ഉണ്ടാവും? ആരെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ വരാ. ഓക്കെ, ഒരു നീ ക്യാപ്പ് ആണ് നമുക്ക് കാണുന്നത്. ഇതെല്ലാം കൂടി ഓക്കെ, എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണം കാണാൻ പറ്റും? 30 എണ്ണം കാണാൻ പറ്റും അല്ലെ? എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് 30 എണ്ണം കാണാൻ പറ്റും ബോൺസ്. കാലിലും നമുക്ക് എത്രയാണ് കാണുന്നത്? 30 ബോൺസ് ആണ് കാണുന്നത്. ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാർപ്പൽസ് അല്ലെങ്കിൽ റിസ്റ്റ് ബോൺസ് 8 എണ്ണം ഉണ്ട്. നമ്മുടെ ടാർസൽസ് എത്രയാണുള്ളത്? 7 എണ്ണമാണുള്ളത്. ഓക്കെ, അതിന് പകരം ഇവിടെ ഒരു എക്സ്ട്രാ അത് വരുന്നുണ്ട്. ഏതാണ്? പാറ്റല എന്ന് പറഞ്ഞിട്ടുള്ള നീ ക്യാപ്പ് വരുന്നുണ്ട്. അതൊന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര എണ്ണം വരും? 30 എണ്ണം വരും. ഒരൊറ്റ കാലിൽ 30 വരുമ്പോൾ രണ്ട് കാലിലേക്കും കൂടി എത്ര വരും? 60 ആവും അല്ലെ? രണ്ട് കാലിലേക്കും കൂടി 60 ബോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫോർ ലിംസും ഹാൻഡ് ലിംസും നോക്കി കഴിഞ്ഞു അല്ലെ? നമ്മള് ലിംസ് നോക്കിക്കഴിഞ്ഞു. ലിംസ് വെറുതെ ഇങ്ങനെ എന്താ പറയാ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണോ? അല്ല അല്ലെ? എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ ലിംസിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ?
ലിമിറ്റഡ് ആയിട്ടുള്ളതായിരിക്കട്ടെ അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കട്ടെ, എങ്ങനെയായാലും നമ്മുടെ ലിംസിനൊക്കെ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. ഈ മൂവ്മെന്റ്സ് ഒക്കെ സാധ്യമാവുന്നത് എന്തുകൊണ്ടാണ്? അത് വെച്ചിട്ടുള്ളത് ഗഡിൽസിലാണ് അല്ലെ? ഗഡിൽസിലാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് ഗഡിൽസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? പെക്ടറൽ ഗഡിൽസും കാണാൻ പറ്റും, പെൽവിക് ഗഡിൽസും കാണാൻ പറ്റും. പെക്ടറൽ ഗഡിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അപ്പർ ലിംബ് എന്താണ്? നമ്മുടെ കൈയിനെയൊക്കെ ആ ഒരു റീജിയനിലേക്ക്, ആ ഒരു ആക്സിയൽ സ്കെലട്ടനിലേക്ക്, അപ്പൻഡിക്കുലാർ സ്കെലട്ടനെ ആക്സിയൽ സ്കെലട്ടനിലേക്ക് എന്താണ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഗഡിൽസ് ആണ്. അത് അപ്പർ ലിംബിനെ അല്ലെങ്കിൽ ഫോർ ലിംബിനെ ഈ ഒരു ആക്സിയൽ സ്കെലട്ടനിലേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പെക്ടറൽ ഗഡിലാണ്. പെക്ടറൽ ഗഡിലാണ്. ഓക്കെ. ഈച്ച് ഗഡിൽ, ഓരോ ഗഡിലും ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് ഹാഫ്സ് കൊണ്ടാണ്. ഓരോ ഗഡിലും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഹാഫ്സ് കൊണ്ടാണ്. രണ്ട് ഗഡിൽ കാണുന്നുണ്ട്. അപ്പൊ രണ്ട് ഹാഫ്സ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓരോ ഗഡിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോ ഹാഫും, അതിന്റെ ഓരോ ഹാഫിലും, ഇവിടെയുള്ള ഓരോ ഹാഫിലും എന്താണ്? ഒരു ക്ലാവിക്കിളും ഒരു സ്കാപ്പുലയും നമുക്ക് കാണാം. ഓരോ എന്താണ് ഹാഫില് എന്ന് വെച്ചാൽ രണ്ട് ഗഡിൽസ് കാണുന്നുണ്ട്. പെക്ടറൽ ഗഡിൽ എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് ഗഡിൽസ് കാണുന്നുണ്ട്. ഓക്കെ. അതില് ഓരോ ഹാഫ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ഹാഫ് ആയിട്ട് കാണുന്നുണ്ട്. ഓരോ ഹാഫ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ക്ലാവിക്കിളും ഒരു സ്കാപ്പുലയും നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ലാവിക്കിളും ഒരു സ്കാപ്പുലയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താണ് സ്കാപ്പുല എന്ന് നോക്കിക്കഴിഞ്ഞാല്, എന്താണ് സ്കാപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ലാർജ് ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ്. എന്താണ്? ലാർജ് ആയിട്ടുള്ള, ഇവിടെയുള്ള ലാർജ് ആയിട്ടുള്ള ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ആണ്. ലാർജ് ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ്. ഒരു സ്ലൈറ്റ്ലി എലവേറ്റഡ് റിഡ്ജ് ഉണ്ട് അതിന്. ഓക്കെ. അതിന് എന്തുണ്ട്? ഒരു സ്ലൈറ്റ്ലി എലവേറ്റഡ് ആയിട്ടുള്ള, ഈ ഒരു സ്കാപ്പുലയിൽ തന്നെ ഒരു സ്ലൈറ്റ്ലി എലവേറ്റഡ് ആയിട്ടുള്ള ഒരു റിഡ്ജ് കാണുന്നുണ്ട്. കോൾഡ് ദ സ്പൈൻ. സ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഡ്ജ് കാണുന്നുണ്ട്. അത് എന്താണ്? അതിങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ആ ഒരു ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന് എന്താണ് പറയുന്നത്? അക്രോമിയോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കാപ്പുലയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്കാപ്പുലയ്ക്ക് ഒരു എലവേറ്റഡ് റിഡ്ജ് ഉണ്ട്. ആ ഒരു റിഡ്ജിൽ നിന്ന് തന്നെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഭാഗം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് എന്താണ് പറയുന്നത്? അക്രോമിയ എന്നാണ് പറയുന്നത്. ഈ അക്രോമിയോണിലേക്കാണ് പിന്നെ എന്ത് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ ക്ലാവിക്കിള് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ക്ലാവിക്കിള് ജോയിൻ ചെയ്യുന്നത് എവിടേക്കാണ്? ഈ ഒരു അക്രോമിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്കാപ്പുലന്റെ അക്രോമിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിലേക്കാണ്. ഓക്കെ. അങ്ങനെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഉണ്ട്? ഒരു ലാർജ് ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ഉണ്ട്. അതിനെ സ്കാപ്പുല എന്നാണ് പറയുന്നത്. ഈ ഒരു സ്കാപ്പുലയ്ക്ക് ഒരു സ്ലൈറ്റ്ലി എലവേറ്റഡ് ആയിട്ടുള്ള റിഡ്ജ് കാണുന്നുണ്ട്. ആ ഒരു റിഡ്ജിൽ നിന്ന് ഒരു ഭാഗം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനെ അക്രോമിയോൺ എന്നാണ് പറയുന്നത്. ഈ അക്രോമിയോണിലേക്കാണ് പിന്നെ നമ്മൾ ക്ലാവിക്കിൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്ലാവിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ. ഈ ഒരു എന്താണ് അക്രോമിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിന്റെ താഴെയായിട്ട്, അക്രോമിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിന്റെ താഴെയായിട്ട് എന്ത് കാണുന്നുണ്ട്? ഒരു ഡിപ്രഷൻ കാണുന്നുണ്ട്. അവിടെ ഒന്നുമില്ല, അതൊരു ഡിപ്രഷൻ ആയിട്ട് കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഗ്ലെനോയിഡ് ക്യാവിറ്റി എവിടെയാണ് കാണുന്നത്? അക്രോമിയോൺ കഴിഞ്ഞിട്ട് അക്രോമിയോന്റെ താഴെയായിട്ട് ഒരു ഡിപ്രഷൻ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അക്രോമിയന്റെ താഴെയായിട്ട് ഒരു ഡിപ്രഷൻ, ഒരു കുഴി പോലെയുള്ള ഒരു ഡിപ്രഷൻ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ആ ക്യാവിറ്റിയിലേക്കാണ് നമ്മുടെ ഹ്യൂമറസ്, ഈ ഒരു ബോൺ ഹ്യൂമറസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എന്തിനോടാണ്? ഈ ഒരു ഗ്ലെനോയിഡ് ക്യാവിറ്റിയിലേക്കാണ്. ഓക്കെ. അതിനെയാണ് എന്ത് പറയുന്നത്? ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലെനോയിഡ് ക്യാവിറ്റിയിലേക്ക് നമ്മുടെ ഹ്യൂമറസ് ബോൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ജോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ക്ലാവിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോളർ ബോൺ എന്നാണ് പറയുന്നത്.
ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളർ ബോൺ എന്നാണ് പറയുന്നത്. ഒരു ക്ലാവിക്കിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലോങ് സ്ലെൻഡർ ബോൺ ആണ്. ഓക്കെ, ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ബോൺ ആണ്. അതിന് രണ്ട് കർവേച്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ലോങ് സ്ലെൻഡർ ബോൺ ആണ്, രണ്ട് കർവേച്ചേഴ്സ് കാണുന്നുണ്ട്. ലോങ് സ്ലെൻഡർ ബോൺ വിത്ത് 2 കർവേച്ചേഴ്സ്. അപ്പൊ നെക്സ്റ്റ് ഗഡിൽ എന്ന് പറയുന്നത് ഏതാണ്? പെൽവിക് ഗഡിലാണ് അല്ലെ. പെൽവിക് ഗഡിൽ എവിടെയാണുള്ളത്? നമ്മുടെ ഈ ഒരു പെൽവിക് റീജിയനിൽ താഴേക്ക് അല്ലെ, നമ്മുടെ ലെഗ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, ലെഗ് ആക്സിയൽ സ്കെലട്ടനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് എന്തുള്ളത്? പെക്ടറൽ ഗഡിൽ എന്ന് പറയുന്നത്. അപ്പൊ പെക്ടറൽ ഗഡിൽ എന്ന് പറയുമ്പോൾ രണ്ട് കോക്സൽ ബോൺ ചേർന്നിട്ടാണ് പെക്ടറൽ ഗഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, രണ്ട് കോക്സൽ ബോൺസ് ഈച്ച് ഹാഫിലുമായിട്ട് ഓരോ കോക്സൽ ബോൺ എന്ന രീതിയിലാണ് എന്ത് ഉണ്ടായിട്ടുള്ളത്? പെൽവിക് ഗഡിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ട് കോക്സൽ ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓരോ കോക്സൽ ബോൺ എടുത്തു കഴിഞ്ഞാലും അതിൽ 3 പാർട്ട് അല്ലെങ്കിൽ 3 ബോൺസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബോൺസ് കൊണ്ടാണ് ഓരോ കോക്സൽ ബോണും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, രണ്ട് കോക്സൽ ബോൺസ് ഓരോ ഹാഫിലുമായിട്ട് ഓരോ കോക്സൽ ബോൺ വീതം 2 കോക്സൽ ബോൺസ് കൊണ്ടാണ് പെൽവിക് ഗഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓരോ കോക്സൽ ബോണും ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? 3 ബോൺസ് കൊണ്ടാണ്. എന്താണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബോൺസ് കൊണ്ടാണ് ഓരോ കോക്സൽ ബോൺസും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇലിയം, ഇഷ്യം, പ്യൂബിസിന്റെ ഫ്യൂഷൻ പോയിന്റിൽ ഇലിയവും ഇഷ്യവും പ്യൂബിസും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ എന്തുണ്ട്? ഒരു ക്യാവിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അതിന് അസെറ്റാബുലം എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അസെറ്റാബുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാവിറ്റി കാണുന്നുണ്ട്. എവിടെയാണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ബോൺസും കൂടി ജോയിൻ ചെയ്യുന്ന, ഫ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ അസെറ്റാബുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാവിറ്റി നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ക്യാവിറ്റിയിലേക്കാണ് എന്ത്? ഫീമർ, നമ്മുടെ തൈ ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്കാണ് കയറി നിൽക്കുന്നത്. ഈ അസെറ്റാബുലം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാവിറ്റിയിലേക്ക്. അത് എവിടെയാണ് കാണുന്നത്? ഇലിയം, ഇഷ്യം, പ്യൂബിസിൻ അത് 3ഉം കൂടി ജോയിൻ ചെയ്യുന്ന, ഫ്യൂസ് ചെയ്യുന്ന ആ പോയിന്റിലാണുള്ളത്. അപ്പൊ നമ്മൾ ക്യാവിറ്റീസിന് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ 2 ക്യാവിറ്റീസിനെ പറ്റി പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? ഗ്ലെനോയിഡ് ക്യാവിറ്റിയും അസെറ്റാബുലവും. ഗ്ലെനോയിഡ് ക്യാവിറ്റി എവിടെയായിരുന്നു? പെക്ടറൽ ഗഡിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ക്യാവിറ്റി in the capita of pectoral gland, scapular regionിലാണ് കാണുന്നത് അല്ലെ. നമ്മുടെ എന്തിന്റെയാണ്? അക്രോമിയോണിന്റെ താഴെയായിട്ടുള്ള ഒരു ഡിപ്രഷൻ, ആ ഒരു ക്യാവിറ്റിനെയാണ് ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിലേക്കാണ് എന്ത്? ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അസെറ്റാബുലം എന്ന് പറഞ്ഞാൽ ആ ക്യാവിറ്റി എവിടെയാണ്? കോക്സൽ ബോൺ ഓഫ് പെൽവിക് ഗഡിൽ. പെൽവിക് ഗഡിലിന്റെ കോക്സൽ ബോണിന്റെ ഇടയിലാണ് കാണുന്നത് അല്ലെ. ഇലിയവും ഇഷ്യവും പ്യൂബിസും, അതായത് കോക്സൽ ബോൺ എന്ന് പറയുന്നത്, അത് 3ഉം കൂടി ചേർന്നിട്ടാണ് ഒരു കോക്സൽ ബോൺ ഉണ്ടാകുന്നത്. ആ കോക്സൽ ബോണിന്റെ ഈ 3 ബോൺസും ഇലിയവും ഇഷ്യവും പ്യൂബിസും ഫ്യൂസ് ചെയ്യുന്ന ആ പോയിന്റ് ഉള്ളത് ഈ ഒരു അസെറ്റാബുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാവിറ്റി ഉള്ളത്. ആ ക്യാവിറ്റിയിലേക്കാണ് എന്ത്? ഫീമർ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ജോയിൻസ് നോക്കുവാണ്. നമ്മൾ ഗഡിൽസ് മാത്രമാണ്, ഗഡിൽസ് മാത്രമല്ല നമുക്കിങ്ങനെ എന്താ പറയാ മൂവ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓരോ ബോൺസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഡിഫറെന്റ് ബോൺസ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഓരോ ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ബോൺസും പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലത് എന്താണ്? ചിലത് ആയിട്ടുള്ള ജോയിൻസ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സർട്ടൻ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റുന്നുണ്ടാവും. ചിലത് എന്താണ്? ആ ജോയിൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ബോൺസിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ജോയിൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ജോയിൻസ് നമുക്ക് കാണാൻ പറ്റും. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്? ഫൈബ്രസ് ജോയിന്റ് ഉണ്ട്. ഫൈബ്രസ് ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡു നോട്ട് അലോ എനി മൂവ്മെന്റ്. ഒരു മൂവ്മെന്റ് ഫൈബ്രസ് ജോയിന്റ് ആണെങ്കിൽ അതെന്ത് സമ്മതിക്കില്ല? മൂവ്മെന്റിന് സമ്മതിക്കില്ല. ആ ഒരു ഇത് കട്ടിയിൽ അങ്ങനെ ജോയിന്റ് ചെയ്ത് കിടക്കും. അത് എന്ത് ചെയ്യില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റിനൊന്നും സമ്മതിക്കില്ല. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് സ്കൾ ജോയിന്റ്സ്. സ്കളിനെ നമുക്ക് എന്താ പറയാ ഒരൊറ്റ യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ഒരൊറ്റ ബോൺ പോലെ അല്ലേ നമുക്ക്
തോന്നുന്നത് അല്ലെ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് ഫൈബ്രസ് ജോയിന്റ് ആണുള്ളത്. അത് അവർ എന്ത് ചെയ്യില്ല, മൂവ്മെന്റ് അലോ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തേന്ന് വിചാരിക്കും എന്താണ് സ്കൾ ഒറ്റ ബോൺ ആയിട്ടാണ് കിടക്കുന്നതെന്ന്. അതെ, അത് മാത്രമല്ല ഈ ഒരു ഭാഗത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാം കൂടി ഓരോരോ പാർട്ടായിട്ടല്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ പാർട്ടായിട്ടാണ് കാണുന്നത്. അപ്പൊ സ്കൾ ജോയിന്റ്സ് എന്താണ്? ഫൈബ്രസ് ജോയിന്റ്സ് ആണ്. ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ കാർട്ടിലേജിനസ് ജോയിന്റ്സ്. കാർട്ടിലേജ് എന്താണെന്ന് നമുക്കറിയാം, കുറച്ചുകൂടി പ്ലിയബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിമിറ്റഡ് മൂവ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അവര് കുറച്ചുകൂടി പ്ലിയബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആണ് ഒന്നാമത് കാർട്ടിലേജിനുള്ളത്. അപ്പൊ ആ ഒരു കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അവര് കുറച്ചുകൂടി ലിമിറ്റഡ് എന്താണ് മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നുണ്ട് കാർട്ടിലേജിനസ് ജോയിന്റ്സ്. പിന്നെ ബോൺസ് ആർ ജോയിൻഡ് വിത്ത് കാർട്ടിലേജ്. കാർട്ടിലേജ് വെച്ചിട്ട് ബോൺസ് എന്ത് ചെയ്യും, കാർട്ടിലേജ് വെച്ചിട്ട് ജോയിൻ ചെയ്യും അല്ലെ? കാർട്ടിലേജ് വെച്ചിട്ട് ജോയിൻ ചെയ്യും. അത് എവിടെയാണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് കാണുന്നത്? വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തില് എന്താണ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. വെർട്ടിബ്രൽ കോളത്തിന് അത്യാവശ്യം എന്താണ്, ചെറിയൊരു മൂവ്മെന്റ്, ചെറിയൊരു ഇതൊക്കെ ലിമിറ്റഡ് മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ കുനിയുമ്പോ ഇതാക്കുമ്പോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു മൂവ്മെന്റ് ഇതിനുണ്ടാവുന്നുണ്ട്, വെർട്ടിബ്രൽ കോളത്തിന് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അല്ലാതെ ഫുള്ളായിട്ട് ഒരൊറ്റ സ്ട്രെച്ചിൽ മാത്രം, ഒരു രീതിയിൽ മാത്രം നിൽക്കുന്നതല്ല. ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാർട്ടിലേജിനസ് ജോയിന്റ് അലോ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന എവിടെയാണ്? വെർട്ടിബ്രൽ കോളത്തിലൊക്കെയാണ്. പിന്നെ രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് കാണുന്നുണ്ട്, ഈ ഒരു കാർട്ടിലേജ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെന്താ, പിന്നെ മൂന്നാമത്തെ പറഞ്ഞാല് സൈനോവിയൽ ജോയിന്റ്സ് ആണ്. സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എന്താണ്, ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി കാണാൻ പറ്റും. എന്താണ്, അവർക്കൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സൈനോവിയൽ ക്യാവിറ്റി കാണാൻ പറ്റും. ഓക്കെ, അതിനിടയിൽ എന്ത് കാണാൻ പറ്റും, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സൈനോവിയൽ ക്യാവിറ്റി കാണാൻ പറ്റും. അതാണ് സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സൈനോവിയൽ ക്യാവിറ്റി സൈനോവിയൽ ജോയിന്റ്സിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ ടൈപ്സ് നോക്കുവാണെങ്കിൽ, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെയുള്ളത് വെച്ചാൽ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗഡിൽ. ഹ്യൂമറസിന്റെയും പെക്ടറൽ ഗഡിലിന്റെയും ഓക്കെ, അത് എന്താണ്, ബോൾ ആൻഡ് സോക്കറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സൈനോവിയൽ ജോയിന്റ് ആണ്, ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്ന ജോയിന്റ് ആണ്. അത് എവിടെയാണ് കാണുന്നത്? ഹ്യൂമറസും പെക്ടറൽ ഗഡിലും ഹ്യൂമറസും തമ്മിലുള്ള ജോയിന്റിന്റെ അതിനെയാണ് എന്ത് പറയുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ്. ഓക്കെ, അതെന്താണ്? സൈനോവിയൽ ജോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഹിഞ്ച് ജോയിന്റ്. നെക്സ്റ്റ് വൺ എന്താണ്? ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാല് അത് എന്താണ്, എവിടെയാണ് കാണുന്നത്? നീ ജോയിന്റ്, നീന്റെ ഇതിലാണ് കാണുന്നത്. ഓക്കെ, ഹിഞ്ച് ജോയിന്റ് എവിടെയാണ് കാണുന്നത്? നീയിലാണ് കാണുന്നത്. പിന്നെ എന്താണ്? പിവറ്റ് ജോയിന്റ് ഉണ്ട്. പിവറ്റ് ജോയിന്റ് എന്തിനാണ്? അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും ഇടയിലാണ് കാണുന്നത്. അറ്റ്ലസ് എന്താണ്? ഫസ്റ്റ് വെർട്ടിബ്രേന അറ്റ്ലസ് എന്നാണ് പറയുക. സെക്കൻഡ് വെർട്ടിബ്രേൻ എന്താണ് പറയാ? ആക്സിസ് എന്നാണ് പറയാ. പിന്നെ എന്താണ്? ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്. ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു ജോയിന്റ്, ഈ ഇവിടെ കാണുന്ന ജോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ? സാഡിൽ ജോയിന്റ് ഉണ്ട്. സാഡിൽ ജോയിന്റ് എവിടെയാണ് കാണുന്നത്? കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പലിന്റെ ഇടയിൽ. കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പലിന്റെ ഇടയിൽ ഇവിടെ കാണുന്നത് എന്ത്? സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ കാർപ്പൽസിന്റെ ഇടയിൽ കാണുന്നതാണെങ്കിൽ അതെന്താണ്? ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. സാഡിൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ കാർപ്പലിന്റെയും മെറ്റാകാർപ്പലിന്റെയും ഇടയിൽ കാണുന്നതാണ്. ഓക്കെ, ഇനി സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ്? ജോയിന്റ്സിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. ഇനി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണ്ട് അതല്ലേ?
ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ബോണിന്റെ മാസ് എന്ത് ചെയ്യുക, കുറയുക. ഓക്കെ, ബോണിന്റെ മാസ് കുറയുക. അങ്ങനെ മാസ് കുറയുമ്പോൾ എന്താവും, ഫ്രാക്ചർ ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ബോണിന്റെ മാസ് കുറയുക, അങ്ങനെയാകുമ്പോൾ എന്താണ്, ഫ്രാക്ചർ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അത് മെയിൻ കോസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈസ്ട്രജന്റെ അളവ് കുറയുന്നതാണ്. ഈസ്ട്രജന്റെ അളവ് കുറയുന്നതിന്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് അതും എന്ത് വരുന്നത്, ഓസ്റ്റിയോപോറോസിസ് വരുന്നത്. എന്താണ്, മാസ് കുറയുക, അങ്ങനെയാകുമ്പോൾ ഫ്രാക്ചർ ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര ഈസി ആയിരിക്കും. നമ്മുടെ ഈസ്ട്രജന്റെ അളവ് കുറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. ഒരു കോമൺ കോസ് ആയിട്ട് കാണും. ഇനി ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുക, അത് ജോയിൻസിൽ അക്യുമുലേറ്റ് ചെയ്യുക. ജോയിൻസിൽ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് എന്ത്, ഈ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യാം, ഒരു നമ്മുടെ ജോയിൻസിൽ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെ ഇങ്ങനെ തടിച്ച് അങ്ങനെയുള്ളത് വരിക. അതാണ് എന്ത്, ഡിസോർഡേഴ്സ് ഓഫ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നതിൽ വരുന്നത്. ഓക്കെ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാലും ഇനി ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ്, എന്നാലും ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താണ്, ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. ക്യാപ്റ്റയാണ്. ക്യാപ്റ്റ എന്ന് പറയുന്നത് എന്താണ്, ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ആണ്. പിന്നെ ക്രേനിയത്തിന് എന്ത് ജോയിന്റ് ആണ്, ഫൈബ്രസ് ജോയിന്റ് ആണ്. സ്റ്റേർണം എന്താണ്, സ്റ്റേർണം എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ബോൺ ആണ് അല്ലെ. വെർട്ടിബ്രൽ കോളത്തിന് എന്താണ്, കാർട്ടിലേജിനസ് ആയിട്ടുള്ള ജോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ ആൻസർ ഏതാണ് വരുന്നത്, ഫസ്റ്റ് എ എന്ന് പറയുന്നത് 4 ആണ്. എ എന്ന് പറയുന്നത് രണ്ടിലും 4 ആണ് വരുന്നത്. രണ്ടാമത്തെ നോക്കുക, ബി ക്രാനിയം എന്താണ്, ഫൈബ്രസ് ജോയിന്റ് ആണ് വരുന്നത്, 3 ആണ് അല്ലെ. ബി 3 ആണ് വരുന്നത്. അപ്പൊ ഇതായിരിക്കും ആൻസർ. ജസ്റ്റ് ഒന്ന് നമ്മള് ശരിയാണെന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യുക, അടുത്തതും കൂടി നോക്കിയാൽ സ്റ്റേർണം എന്താണ് നമ്മുടെ ഫ്ലാറ്റ് ബോൺ ആണ്. അപ്പൊ 2 ആണ് വരുന്നത്. ഓക്കെ, 2 ആണ് വരുന്നത്. നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ ഡി എന്താണ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ് വരുന്നത്. അപ്പൊ 1 ആണ്, ഡി 1 ആണ്. അപ്പൊ തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സെലക്ട് ദ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇതില് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താണ്, കോൺട്രോസൈറ്റ്സ് പറയുമ്പോൾ കോൺട്രോസൈറ്റ്സ് സ്മൂത്ത് മസിൽ സെൽസ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ന്യൂറോൺസ്, നെർവ് സെൽസ്, ഫൈബ്രോബ്ലാസ്റ്റ് ഏരിയോളാർ സെൽ ടിഷ്യൂ, ബോൺ സെൽസ്. അപ്പൊ ഫസ്റ്റ് നോക്കുക, കോൺട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർട്ടിലേജിന്റെ ആ ഒരു സെൽസ് അല്ലേ. ഇവിടെ എന്താണ്, സ്മൂത്ത് മസിൽ സെൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്തല്ല, ശരിയല്ല. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്, കാർട്ടിലേജ് സെൽസ് ആണ് വേണ്ടത് അല്ലെ. കാർട്ടിലേജ് സെൽസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇതാണ്. ശരിയാവുകയാണെങ്കിൽ വേണ്ടത് എന്താണ്, കോൺട്രോസൈറ്റ്സ് കാർട്ടിലേജ് സെൽസ് ആണ്. Okay. Which of the following is not a function of the skeletal system എന്ന് പറഞ്ഞു. സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഇത് ഏതായിരിക്കും, പ്രൊഡക്ഷൻ ഓഫ് എറിത്രോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ. അത് സ്കെലറ്റൽ സിസ്റ്റം ആണോ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC, അതിനൊക്കെ അങ്ങനെയുള്ള അതിനൊക്കെ എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത് ഈ ഒരു എന്താണ് സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്നാണോ. പിന്നെ എന്താണ് സ്റ്റോറേജ് ഓഫ് മിനറൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്, ഈ ഒരു സ്കെലറ്റൽ സിസ്റ്റം മിനറൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ. പിന്നെ എന്താ പ്രൊഡക്ഷൻ ഓഫ് ബോഡി ഹീറ്റ് സ്കെലറ്റൽ സിസ്റ്റം നടത്തുന്നുണ്ടോ. ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെ. പിന്നെ ഇത് നമുക്ക് ഇതിൽ എന്ത് പറയാൻ പറ്റില്ല, പ്രൊഡക്ഷൻ ഓഫ് ബോഡി ഹീറ്റിന്റെ പ്രൊഡക്ഷൻ ആരാണ് നടത്തുന്നത്,
നമ്മുടെ മസിൽസ് ആണ് നടത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പ്രൊഡക്ഷൻ ബോഡി ഹീറ്റ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ല അല്ലെ. അപ്പൊ അതാണ് അതിൽ എന്ത് ഫംഗ്ഷൻ അല്ലാത്തത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ ഹൈൻഡ് ലിംബ് ഓഫ് എ മാൻ. ഒരു മാനിന്റെ ഹൈൻഡ് ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 2 കാലിലേയും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ഒന്നിന്റെ ഇത് തന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ നമ്മൾ നോക്കിയിട്ടുണ്ട്, എത്രയായിരുന്നു? 30 ആയിരുന്നു. അപ്പൊ 30 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? സ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ 206 ബോൺ ഉണ്ട്. ആക്സിയൽ സ്കെലറ്റൻ, പെർപെൻഡിക്കുലർ സ്കെലറ്റൻ പറഞ്ഞിട്ട് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ 80, പെർപെൻഡിക്കുലറിൽ 126 ആണ്. ആക്സിയൽ സ്കൾഡ്, ഇയറോസിക്കിൾസ്, ഹയോയിഡ്, വെർട്ടിക്കൽ കോളം, സ്റ്റെർണം, റിബ്സ് ഇതൊക്കെയാണുള്ളത്. പെർപെൻഡിക്കുലറിൽ ഫോർ ലിംസ്, ഹൈൻഡ് ലിംസ്, പിന്നെ അതിന്റെ ഗർഡിൽസ് ഒക്കെയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എത്രയാണുള്ളത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങി വയ്ക്കും. ഓക്കെ, ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യാം നമുക്ക് നാളെ പറയാം. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നു. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലെങ്കിൽ അതിലധികമോ ഓർഗൻസ് എന്ത് ചെയ്യാണ്, അവരുടെ ഫങ്ഷൻ ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ അവരുടെ ഫങ്ഷന് പിന്നെ എന്താ ഒന്ന് എന്ത് ചെയ്യണം, ബാക്കി എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ അത് ചെയ്യണം എന്നുള്ളതിലൊക്കെ അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തുക അല്ലെ. ഒന്നോ അതിലധികമോ ഒരു ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് അതിന്റെ ഫങ്ഷൻസ് ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നമ്മുടെ ബോഡിയിലുള്ള. അപ്പം 2 ടൈപ്പുള്ള കോർഡിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ കാണുന്നത്. ഏതൊക്കെയാണ്? ന്യൂറൽ സിസ്റ്റത്തിന്റെയും പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും. ന്യൂറൽ സിസ്റ്റത്തിന്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും. ന്യൂറൽ കോർഡിനേഷൻ നടത്താൻ വേണ്ടി പെട്ടെന്ന് ആ ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, ന്യൂറൽ സിസ്റ്റം പറയുന്നത്. ഓക്കെ, ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഫോർ എ ക്വിക്ക് കോർഡിനേഷൻ. പെട്ടെന്നുള്ളൊരു കോർഡിനേഷൻ വേണ്ടി പോയിന്റ് ടു പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ഷൻസ് ഉണ്ട് അല്ലെ. പെട്ടെന്ന് എന്തെങ്കിലും സിഗ്നൽ പാസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്യാനുള്ള അതിനുള്ളതാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് അത് കെമിക്കൽ കോർഡിനേഷൻ ആണ്. ഗ്ലാൻസ് ആണ്, ഹോർമോൺസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോർമോൺസിനെ റിലീസ് ചെയ്ത് ആ ഒരു ഹോർമോൺ വെച്ചിട്ടാണ് ആ ഒരു കോർഡിനേഷൻ നടത്തുന്നത്. ഓക്കെ, സ്ലോ ആയിട്ടുള്ളതാണ്. ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, പോയിന്റ് ടു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവ് ആയിട്ട് ഒരു പാത്ത് ആ കോർഡിനേഷന് വേണ്ടി എന്ത് ചെയ്യും, സിഗ്നൽസ് മെസ്സേജസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അത് ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടത്തും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് വരുന്നത്. ആ ഗ്ലാൻസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽസ് ആണ് അല്ലെ. ഈ കെമിക്കൽസ് ആണ് പിന്നെ എന്ത് നടത്തുന്നത്, ഈ ഒരു കോർഡിനേഷൻ നടത്തുന്നത് അല്ലെ. ഈ ഒരു കെമിക്കൽസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള മെസ്സേജേഴ്സ് അല്ലെ, ആ മെസ്സേജേഴ്സ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കെമിക്കൽ കോർഡിനേഷൻ നടത്തുന്നത്. അത് ഒരു സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. കാരണം എന്താ, ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അതിനൊരു സിഗ്നൽ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടി, ബെൽസ് കിട്ടി, അതിനെ ആക്ടിവേറ്റ് ചെയ്ത് പിന്നെ അത് എന്ത് ചെയ്യണം, ഈ എൻഡോക്രൈൻ എന്താണ് ഗ്ലാൻഡ്സ് ഈ ഒരു ഹോർമോൺസ് ബയോളജിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഹോർമോൺസ് ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് എത്തി ആ ഒരു ബ്ലഡിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം,
അതിന്റെ ഒരു സ്ഥലത്ത് എത്തി. അങ്ങനെ എന്താണ് കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ കെമിക്കൽ കോർഡിനേഷൻ ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം നമ്മൾ അധികം പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം അതിൽ എന്താണ് പറയുന്നത്? CNS എന്നാണ് പറയുന്നത്. ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. അപ്പം ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള ആര്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ രണ്ട് പാർട്ടാണ് എന്തായിട്ട് മെയിൻ ആയിട്ടുള്ള ന്യൂറൽ സിസ്റ്റംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. ഇതൊക്കെയാണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മള് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആണ് CNS എന്നാണ് അതിന് പറയുന്നത് അല്ലെ? ഈ ഒരു CNS ഉള്ള ആൾക്കാരൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു നെർവസ് സിസ്റ്റം ആരെയൊക്കെ കൊണ്ടാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡും ആണ്. ഓക്കെ, ബ്രെയിൻ, സ്പൈനൽ കോഡും ആണ്. പെരിഫറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണുള്ളത്? അസോസിയേറ്റഡ് വിത്ത് CNS-നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂറോൺസും വരുന്നത് ഏതിലാണ്? പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിലാണ് വരുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? അഫറന്റ് ഫൈബേഴ്സും വരുന്നുണ്ട്, എഫറന്റ് ഫൈബേഴ്സും വരുന്നുണ്ട്. അഫറന്റ് ഫൈബേഴ്സും വരുന്നുണ്ട്, എഫറന്റ് ഫൈബേഴ്സും വരുന്നുണ്ട്. അഫറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൽസസ്. അഫറന്റും എഫറന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആ ഒരു കിഡ്നീന്റെ ആ ഒരു ഇതൊക്കെ നോക്കിയപ്പോ നമ്മൾ അഫറന്റും എഫറന്റും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നിന്നും വരുന്നത്. എന്താണ്? ഇമ്പൽസസ്. ടിഷ്യൂവിൽ നിന്നും ഓർഗൻസിൽ നിന്നും ഉള്ള ഇമ്പൽസസ് CNS-ലേക്ക്, ടിഷ്യൂസിൽ നിന്നും ഓർഗൻസിൽ നിന്നും ഉള്ള ഇമ്പൽസസ് CNS എത്തിക്കുന്ന ആൾക്കാരാണ് ആര്? അഫറന്റ് നെർവ്സ്, അഫറന്റ് നെർവ് ഫൈബേഴ്സ് പറഞ്ഞാല് എന്താണ്? അഫറന്റ് എന്ന് പറയുമ്പോൾ എവിടെന്നെങ്കിലും എന്താണ് അവിടേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പം എന്താണ് അഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ CNS-ലേക്ക് മെസ്സേജ് എത്തിക്കുന്ന ആൾക്കാരാണ്. എവിടെ നിന്ന്? ടിഷ്യൂസിൽ നിന്നും ഓർഗൻസിൽ നിന്നും. ടിഷ്യൂസിൽ നിന്നും ഓർഗൻസിൽ നിന്നും ഇമ്പൾസസ്, ട്രാൻസ്മിഷൻ ചെയ്യേണ്ട ഇമ്പൾസസ് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ത് ചെയ്യും? CNS-ലേക്ക് എത്തിക്കും. എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബ്രെയിനിൽ നിന്ന് അതിന് അക്കോർഡിംഗ് ആയിട്ട് അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഇമ്പൾസസ് എങ്ങോട്ട് പോകും? അത് CNS-ൽ നിന്ന് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗനിലേക്ക് എത്തണം അല്ലെ? തിരിച്ചെത്തണം. ആ തിരിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ഇമ്പൾസ് എന്താണ് റെസ്പോൺസീവ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പൾസ് ആയിരിക്കാം നമ്മുടെ CNS-ൽ നിന്ന്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുന്ന? ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻസിലേക്ക് കൊണ്ടുപോകുന്നവരാണ് എന്ത്? എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അഫറന്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഓർഗൻസിൽ നിന്ന് CNS-ലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാര്, ഇമ്പൾസ് കൊണ്ടുപോകുന്ന ആൾക്കാര്. ഇനി എഫറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ CNS-ൽ നിന്ന് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻസിലേക്ക് ഇമ്പൾസസ് കൊണ്ടുപോകുന്ന ആൾക്കാര്. ഓക്കെ, ഇപ്പൊ നമ്മള് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കഴിയുമ്പോൾ അതിൽ എങ്ങനെ കാണാം? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം കാണാം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം കാണാം, പിന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കാണാം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം കാണാം, സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം കാണാം, അല്ലെങ്കിൽ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം കാണാം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? CNS-ൽ നിന്നുള്ള ഇമ്പൾസസ് സ്കെലറ്റൽ മസിൽസിലേക്കാണ് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? സ്കെലറ്റൽ മസിൽസിലേക്കാണ് കൊണ്ടുപോകുന്നത്. CNS ടു സ്കെലറ്റൽ മസിൽസിലേക്ക്. ഇനി ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസസ് ഫ്രം CNS ടു സ്മൂത്ത് മസിൽസ്. സ്മൂത്ത്
മസിൽസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിനെ വോളണ്ടറിലി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അല്ലെ സ്കെലറ്റൽ മസിൽസ്. അതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. എന്നിട്ടാണ് CNS ൽ നിന്ന് ഇമ്പൾസസിനെ സ്കെലറ്റൽ മസിൽസിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇനി ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാലോ ഇമ്പൾസസ് ഫ്രം CNS ടു സ്മൂത്ത് മസിൽസ്. CNS ൽ നിന്നുള്ള ഇമ്പൾസസിനെ സ്മൂത്ത് മസിൽസിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, അവരിലുള്ള ആൾക്കാർ ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസിലേക്ക് നമുക്ക് വോളണ്ടറിലി ഇതാക്കാൻ പറ്റാത്ത മസിൽസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ന്യൂറൽ സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്, സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം വരുന്നുണ്ട്, പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട്, സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ഉണ്ട്, പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ഉണ്ട്. സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം കാണുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു എന്താണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ നോക്കുവാണ് അല്ലെ. ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു നെർവ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് അല്ലെ. സെൽസ് ഓഫ് ദ നെർവ് സിസ്റ്റം, നെർവ് സിസ്റ്റത്തിന്റെ സെൽസ് ആണ് ആര്, ന്യൂറോൺ എന്ന് പറയുന്നത്. ആ ന്യൂറോൺസ് എന്താ പറയാ, അവരാണ് എന്ത്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആരാണ്, ഈ ഒരു ന്യൂറോൺസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലെ. ന്യൂറോൺസ് എന്ന് പറയുന്ന സെൽസ് ആണ്. അപ്പൊ നമ്മളൊരു ന്യൂറോണിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ 3 പാർട്സ് ആയിട്ട് 3 മേജർ പാർട്സ് നമുക്ക് കാണാൻ പറ്റും ന്യൂറോൺസിൽ. ന്യൂറോൺസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, 3 മേജർ ആയിട്ടുള്ള പാർട്സ് കാണാൻ പറ്റും. ഏതൊക്കെയാണ്, ഒന്ന് സെൽ ബോഡിയാണ്, സെല്ലിന്റെ ബോഡിയാണ് ആ ഒരു ന്യൂറോൺ എന്ന് പറയുന്ന ഒരു സെല്ലിന്റെ ബോഡി കാണാൻ പറ്റും. പിന്നെ സെൽ ബോഡി കാണാൻ പറ്റും. പിന്നെ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് കാണാൻ പറ്റും. ആക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് കാണാൻ പറ്റും. ഇങ്ങനെ 3 മെയിൻ പാർട്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂറോണിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 മെയിൻ പാർട്സ് ആയിട്ട് ന്യൂറോണിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ന്യൂറോണിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നോക്കുന്നത്. എലോങ് വിത്ത് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് എന്തിലുണ്ട്, ന്യൂറോൺസിൽ സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാന്യൂൾസ് കാണുന്നുണ്ട്. ഓക്കെ, ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെർവസ് സിസ്റ്റത്തിന്റെ സെൽസ് ആണ്. അവര് എന്താണ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആര്, ഈ ഒരു ന്യൂറോൺസ് എന്ന് പറയുന്ന സെൽസ്. അതിനെ 3 മേജർ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സെൽ ബോഡി എന്ന് പറയും, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും, ആക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള 3 മേജർ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂറോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെൽ ഓർഗനൽസ് എന്തായാലും അതിലുണ്ട്. ഈ സെൽ ഓർഗനൽസ് ബാക്കി എന്ത് എക്സ്ട്രാ ആയിട്ടുണ്ട് അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും, നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. ഓക്കെ, അത് ഗ്രാന്യൂൾസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഗ്രാന്യൂൾസ് ആണ് എന്ത്, നിസിൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാണാൻ പറ്റും, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് കാണുന്നുണ്ട്. അതെന്താണ്, ഒരു ഷോർട്ട് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ആണ്. എന്താണ്, ഷോർട്ട് ആയിട്ടുള്ള സെല്ലുലാർ എക്സ്റ്റൻഷൻസ് ആണ്. ഷോർട്ട് ആയിട്ടുള്ള സെല്ലുലാർ എക്സ്റ്റൻഷൻസ് ആണ് വിത്ത് മെനി ബ്രാഞ്ചസ്. അതിനെന്തുണ്ടാവും, കുറെ ബ്രാഞ്ചസ് ഒക്കെ കാണുന്നുണ്ട്. ഷോർട്ട് ആയിട്ടുള്ള സെല്ലുലാർ എക്സ്റ്റൻഷൻസ് ആണ്, കുറെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് അതിനെന്ത് കാണാൻ പറ്റും, കാണുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതെന്താണ്, ലോങ് ആയിട്ടുള്ള ഫൈബർ ഡിസ്റ്റൽ എൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ലോങ് ആയിട്ടുള്ള ഫൈബർ ഇതാണ്. അതിന്റെ ഡിസ്റ്റൽ എൻഡ് എന്താണ്, ഒരു ഡിസ്റ്റൽ ആയിട്ടുള്ള എൻഡ് ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ന്യൂറോൺസില് സിനാപ്റ്റിക് നോബ് കാണാൻ പറ്റുന്നു. എന്താണ് സിനാപ്റ്റിക് നോബ്, ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്, സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു
ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഇൻ ദ ആക്സോൺ ടെർമിനൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്സോൺ ഉണ്ട്. ആക്സോൺ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാഞ്ചസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓരോ ബ്രാഞ്ചിന്റെ അറ്റത്തായിട്ടാണ് എന്ത് അതിന്റെ ടെർമിനൽ ആയിട്ടാണ് എന്ത് കാണുന്നത്, ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നത്. ആ സ്ട്രക്ചേഴ്സിൽ എന്തുണ്ടാവും, സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടാവും. സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതില് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അതുണ്ട്. ഓക്കെ, ആ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്, ആക്സോണിന്റെ ടെർമിനൽ ആയിട്ടാണ് കാണുന്നത്. എവിടെയാണ് ഇപ്പൊ നമ്മള് ഒരു സെല്ലിന്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് എന്ത്, ഇതാണ് നമ്മുടെ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സെല്ല്. ഒരു ന്യൂറോണിന്റെ സെല്ല് എടുത്ത് നോക്കുമ്പോൾ അത് എങ്ങനെ കാണും, ഈ ഒരു രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, അതിൽ എന്തൊക്കെ പാർട്ട് ഉണ്ടെന്നാ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സെൽ ബോഡി ഉണ്ട് അല്ലെ, ഒരു സെല്ലിന്റെ ബോഡി ഉണ്ട്, ഒരു സെൽ ബോഡി ഉണ്ട്. ആ ഒരു സെല്ലിന്റെ ബോഡി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്, ആ ബോഡിയിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഡെൻഡ്രോണ് ഡെൻഡ്രൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഡെൻഡ്രോൺ എന്ന് പറയും ഈ ഒരു പാർട്ടില്ലേ, ഈ ഒരു പാർട്ടിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ആ ഒരു സൈറ്റോപ്ലാസം, ഈ സെൽ ബോഡിയിൽ എന്ത് കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം കാണുന്നുണ്ട്, അതിനുള്ളിൽ ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസം കാണുന്നുണ്ട്, ന്യൂക്ലിയസ് കാണുന്നുണ്ട്, അതിനുള്ളിൽ മിസൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാന്യൂൾസ് കാണുന്നുണ്ട്. മിസൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞുള്ള ഗ്രാന്യൂൾസ് കാണുന്നുണ്ട്. ആ ഒരു സൈറ്റോപ്ലാസത്തിന്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന ഈ ഒരു ഭാഗത്തിന് കുറെ ഇങ്ങനെ പുറത്തേക്ക് ഉള്ള ഭാഗങ്ങളില്ലേ, ആ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ആ ഭാഗങ്ങളെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രോണിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് കാണാൻ പറ്റും. ആ ഡെൻഡ്രോൺ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് അറ്റത്തായിട്ട് എന്ത് കാണാൻ പറ്റും, ഇങ്ങനെ ബ്രാഞ്ചസ് കാണാൻ പറ്റും. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ന്യൂറോൺ എടുത്ത് നോക്കുമ്പോൾ ന്യൂറോണിൽ എന്തൊക്കെ കാണുന്നുണ്ട്, ഒരു സെൽ ബോഡി കാണുന്നുണ്ട്. സെൽ ബോഡി, അതിനുള്ളിൽ എന്ത് കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് കാണുന്നുണ്ട്, പിന്നെന്താ, മിസൽ ഗ്രാന്യൂൾസ് കാണുന്നുണ്ട്. മിസൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിലുള്ള കാണുന്ന ഗ്രാന്യൂൾസ് അത് കാണുന്നുണ്ട്. പിന്നെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് കാണുന്നുണ്ട്, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ കാണുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഇങ്ങനെ എക്സ്റ്റൻഷൻ ആയിട്ട് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മുഴുവൻ എന്താണ്, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ്. ഓക്കെ, ആ ഡെൻഡ്രോണിന്റെ അറ്റത്തായിട്ട് കുറെ ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ, ഡെൻഡ്രോൺ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ബ്രാഞ്ചഡ് ആയിട്ട് അറ്റത്തേക്ക് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബ്രാഞ്ചസിനെ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ബ്രാഞ്ചസ് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ഭാഗം ഇങ്ങനെ ലോങ് എക്സ്റ്റൻഷൻ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ, ലോങ് എക്സ്റ്റൻഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ലോങ് എക്സ്റ്റൻഷൻ, ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത്, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സോൺ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ആക്സോണിന് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ചിലതില് അത് നമുക്ക് പിന്നെ പറയാം. ഈ ഒരു ആക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ, ഈ ആക്സോൺ കഴിഞ്ഞിട്ട് എന്ത് കാണാൻ പറ്റും, ആക്സോൺ ഇങ്ങനെതായിട്ട് ആക്സോണൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് അതിന്റെ ആക്സോണിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ അത് ബ്രാഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ മാറും. ആക്സോണൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ടെർമിനൽ എന്ത് കാണാൻ പറ്റും, ഈ ഒരു ആക്സോണിന്റെ ടെർമിനലായിട്ട് കാണുന്നില്ലേ, ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് എന്ത്, അസറ്റൈൽ കോളിൻ ഒക്കെ പോലെയുള്ള എന്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ കാണുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും,
ഈ ഒരു ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ രണ്ട് ന്യൂറോൺസിന്റെ ജംഗ്ഷനിലേക്ക്, ഈ ഒരു സിനാപ്റ്റിക് ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും? ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഒരു ജംഗ്ഷനിലെത്തും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു എന്തുണ്ടാവും? ഒരു ന്യൂറോൺ ഇവിടെ ഉണ്ടാവില്ലേ? നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ഡെൻഡ്രൈറ്റ് ഉണ്ടാവും അല്ലെ? കാണുന്നുണ്ടാവും. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ കണക്ട് ചെയ്ത് നിന്നിട്ടില്ല. പക്ഷെ എന്തുണ്ടാവും? ആ ഒരു റീജിയനിൽ കാണാം. അപ്പൊ എങ്ങനെയാണ് ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ട്രാൻസ്മിറ്റർ പോലുള്ളത് കളക്ട് ചെയ്ത് ഡെൻഡ്രൈറ്റ്സ് ചെയ്യും. എങ്ങനെ ബോഡിയിലൂടെ എവിടെ ഡെൻഡ്രോണിലെത്തും, സൈറ്റോപ്ലാസത്തിൽ അതിന്റെ ടെർമിനൽസിലേക്കും സിനാപ്റ്റിക് നോബിലും വീണ്ടും ഇതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇതിലേക്ക് ട്രാൻസ്മിറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള ഈ ഒരു ആക്സോൺ കാണുന്നുണ്ട്. ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഓക്കെ, ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് നമുക്ക് കാണുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കാണുന്നുണ്ട്. അത് എന്താണ് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺ, നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ന്യൂറോൺസ് നമുക്ക് കാണാൻ പറ്റും. മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോൺ സെൽസ്. ഷോൺ സെൽസ് കാണാൻ പറ്റും. ഷോൺ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഷോൺ സെൽസ് കാണുന്നില്ല, ഈ ഷോൺ സെൽസ് എന്ത് ചെയ്യും? മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എവിടെയൊക്കെയാണ് കാണുന്നത്? ഷീറ്റ് കൊണ്ട് ആക്സോൺ ബോഡിയുള്ള ന്യൂറോൺ ഇതൊക്കെ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൽ ലോബ്സിൽ എന്ത് കാണുന്നത്? എന്ത് കാണുന്നത്? ന്യൂറോൺസിനെ കാണുന്നത്. ഇനി നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺ സെൽസ് കാണും. സെൽസ് ഇതിൽ കാണും. അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ സ്റ്റോൺ സെൽസ് ഉണ്ടാവും. പക്ഷെ ആ സെൽസ് എന്ത് ചെയ്യില്ല? മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ ഒരു മൈലിൻ ഷീറ്റിന്റെ കവറിങ് ഇല്ലാത്ത ന്യൂറോൺസ് കാണുന്നത് എവിടെയൊക്കെയാണ്? ഓട്ടോണോമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലാണ് കാണുന്നത്. ഓട്ടോണോമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലാണ് കാണുന്നത്. ഓക്കെ, ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻസിലുള്ളത്. നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ